ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഡിസംബറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഏകദേശം അടുക്കാറായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി പ്ലം കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്ന് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കളറോട് കൂടി തന്നെ നല്ല റിച്ച് പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ചെറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കളറ് ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പ്ലം കേക്കെല്ലാകുമ്പോൾ നട്ട്സ് കുറച്ചുകൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയിൽ നിന്ന് ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. ബാക്കി 1/2 കപ്പ് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കാരമലൈസ് ആക്കി എടുക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പതിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ മാത്രം ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കളറ് മാറിക്കിട്ടും. അതുപോലെ തന്നെ അലൂമിനിയം പാത്രമെല്ലാകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറ് മാറിക്കിട്ടും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കളറ് മാറ്റിയെടുക്കണ്ട, അപ്പോൾ ഇത് കയ്പ്പ് രസം വരും. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ദേഹത്തേക്ക് വെള്ളം തെറിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പം നട്ട്സ് നമ്മളിപ്പോൾ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നില്ല, ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ ഓവറായിട്ട് വറ്റിച്ചെടുക്കണ്ട, അപ്പോൾ നമ്മുടെ ഈ ഒരു കാരമലൈസ് നല്ല ക്രിസ്റ്റലായി പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാടങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല, കുറച്ച് വെള്ളത്തോട് കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടും നമുക്ക് ഈ ഒരു പ്ലം കേക്കിന്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണേ. അപ്പോൾ 3 തവണ തന്നെ എന്തായാലും അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ബീറ്ററുള്ള ആൾക്കാർ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തോളി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാറ്റർ ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക, വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ലാസ്റ്റ് കുറച്ച് അവിടെ പൊടി ബാക്കി വെക്കണം. അപ്പം നമ്മളവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും പെടും, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുത്തിയിട്ടൊന്നും മിക്സ് ആക്കി എടുക്കരുത്, ചെറുതായിട്ട് മാത്രമേ മിക്സ് ആക്കി എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതാ ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട്, കേക്കിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ചെമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 60 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഓവനുള്ള ആൾക്കാർ ഓവണിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 60 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുത്തി നോക്കി, ഇതിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളറോട് കൂടിയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിമിനനുസരിച്ചിട്ടായിരിക്കും ഇത് കേക്ക് തയ്യാറായി കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കുക, 60 മിനിറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് കിട്ടും. അപ്പോൾ എന്താ പറയണ്ടേ, ആൽക്കഹോളും അതുപോലെ തന്നെ വേറെ കെമിക്കൽസും ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്.